ഹലോ ഓൾ, വെൽക്കം ടു സൈറ ലേണിംഗ്സ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് ആയിട്ടുള്ള യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇവിടെ UGC നെറ്റ് എക്സാമിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മോഡ്സ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്. അതിൽ ആക്ച്വലി ഏകദേശം എല്ലാ മോഡ്സ് ഓഫ് എൻട്രീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. ആൻഡ് എല്ലാവരും സെർച്ച് ചെയ്യുന്നതും എല്ലാവരും കൺസെപ്ച്വൽ ക്ലാരിറ്റി നേടേണ്ടതുമായിട്ടുള്ള ഒരു പ്രത്യേക ഏരിയ തന്നെയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മോഡ്സ് ഓഫ് എൻട്രി ഇൻടു ഇന്റർനാഷണൽ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹാവ് എ ലുക്ക്. നമുക്ക് 11 മോഡ്സ് ഓഫ് എൻട്രീസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ബൈ വൺ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് ആണ്. ദെൻ വരുന്നത് ലൈസൻസിങ് ആണ്. ദെൻ വരുന്നത് ഫ്രാഞ്ചൈസിങ് ആണ്. ഫോർത്ത് വൺ കോൺട്രാക്ട് മാനുഫാക്ചറിങ്. ഫിഫ്ത് വൺ മാനേജ്മെന്റ് കോൺട്രാക്ട്. സിക്സ്ത് വൺ ടേൺകീ പ്രൊജക്ട്. സെവൻത് വൺ FDI. എയ്ത്ത് വൺ ഫോറിൻ ട്രേഡ്. ദെൻ സ്ട്രാറ്റജിക് അലയൻസ്. ദെൻ FPI. ദെൻ ഇന്റർനാഷണൽ ലീസിംഗ്. ഇത്രയായിട്ടാണ് നമുക്ക് നമ്മുടെ മോഡ്സ് ഓഫ് എൻട്രീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് എക്സ്പോർട്ട് ആൻഡ് വാട്ട് ഈസ് ഇമ്പോർട്ട്. വാട്ട് ഈസ് ആക്ച്വലി മൈൻഡ് ബൈ മോഡ്സ് ഓഫ് എൻട്രി? മോഡ്സ് ഓഫ് എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിലേക്ക് നമുക്കൊരു അവസരം കിട്ടുന്ന വഴികൾ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇന്റർനാഷണൽ ട്രേഡിലേക്ക് ഏർപ്പെടാം, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് മോഡ്സ് ഓഫ് എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റത്തെ മോഡ് ഓഫ് എൻട്രി ആണ് എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട്. എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് ആണ് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത്. നമുക്കറിയാം, എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറഞ്ഞ റിസ്ക് മാത്രമേ വരുന്നുള്ളൂ, കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിന്നും എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം കൂടി ആണ്. ലോ റിസ്ക് ആണ്, ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ആൻഡ് എക്സിറ്റ് ഇസ് ഓൾസോ വെരി ഈസി. അതാണ് എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എക്സ്പോർട്ട് തന്നെ പല രീതിയിലുണ്ട്. നമുക്ക് എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് എന്നുള്ള ഒരു മോഡ്സ് ഓഫ് എൻട്രിനെ കുറിച്ചിട്ട് മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ. ഓർഎൽസ് നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് മേ ബി നമ്മൾ അവെയർ ആയിരിക്കില്ല, ആവുന്നവരും ഉണ്ടാവാം. സോ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഫസ്റ്റതാണ് ഡയറക്റ്റ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി നമ്മൾ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് നെയിം തന്നെ ഉപയോഗിച്ച് ഫോറിൻ കൺട്രിയിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കയറ്റുമതിയും ഇറക്കുമതിയും നമ്മളാൽ തന്നെ ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് എക്സ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഏജന്റ് അല്ലെങ്കിൽ ഇന്റർമീഡിയറിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവുക. അതാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടും ഡയറക്റ്റ് എക്സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം, ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ്. അടുത്തതാണ് ഇൻട്രാ കോർപ്പറേറ്റ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഇൻട്രാ കോർപ്പറേറ്റ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ ഒരു ഫോറിൻ സബ്സിഡിയറി നമ്മൾ വേറൊരു രാജ്യത്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ സബ്സിഡിയറിയിലേക്കായിരിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു സബ്സിഡിയറി ഒരു ഫോറിൻ രാജ്യത്ത് കൊണ്ടേ പ്ലേസ് ചെയ്യുന്നു. ആൻഡ് ദെൻ നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ അയക്കുന്നത് ഈ ഫോറിൻ സബ്സിഡിയറിയിലേക്കായിരിക്കും. ആൻഡ് ദെൻ ആ ഒരു സബ്സിഡിയറി ആയിരിക്കും പിന്നെ അവിടെ സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. അതിനെയാണ് ഇൻട്രാ കോർപ്പറേറ്റ് എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത് വരുന്നതാണ് എൻട്രി പോർട്ട്. എൻട്രി പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് പിന്നെ റീ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഞാനിപ്പോൾ ഒരു പ്രൊഡക്ട്സ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തു, ഞാനത് ഇവിടെ കൺസംഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വേറൊരു രാജ്യത്തേക്ക് തിരിച്ച് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാനൊരു പ്രൊഡക്റ്റ് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് എൻട്രി പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ അടുത്തതാണ് കൗണ്ടർ ട്രേഡ്. കൗണ്ടർ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നമ്മുടെ ക്യാഷ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാം, ലൈക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നു, ഒരു റെസിപ്രോക്കൽ നേച്ചറിൽ നമ്മൾ പോകുന്നു. അതിനെയാണ് കൗണ്ടർ ട്രേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ബാർട്ടർ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും.
ഇവിടെ ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി. പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടിരുന്ന ഒരു എൻട്രി മോഡായിരുന്നു ബാർട്ടർ എന്ന് പറയുന്നത്. അതായത് സിംപ്ലി നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു, മറ്റത്തെ രാജ്യം അതിന് പകരമായിട്ട് ഒരു പ്രൊഡക്റ്റ് തരുന്നു. അതാണ് ബാർട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതാണ് കൗണ്ടർ പർച്ചേസ് എന്ന് പറയുന്നത്. കൗണ്ടർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർട്ടറിൽ ആക്ച്വലി ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് തരുന്നു, നിങ്ങൾ തിരിച്ച് എനിക്കൊരു പ്രൊഡക്റ്റ് തരുന്നു. ഇത് സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷെ കൗണ്ടർ പർച്ചേസിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും ആൻഡ് അതിന്റെ ഒരു കോമ്പൻസേഷൻ, അതായത് തിരിച്ചൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഫ്യൂച്ചർ പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും. അതാണ് കൗണ്ടർ പർച്ചേസ് എന്ന് പറയുന്നത്. ബാർട്ടറും കൗണ്ടർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ബാർട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി പ്രൊഡക്റ്റ് സൈമൾട്ടേനിയസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. കൗണ്ടർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾ എനിക്ക് തിരിച്ച് ആ ഒരു പ്രൊഡക്റ്റ് തരുന്നത്, ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ എന്റെ പ്രൊഡക്റ്റ് അയാളുടെ പ്രൊഡക്റ്റ് എനിക്ക് തരുന്നത് മേ ബി ഫ്യൂച്ചർ പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും. അതാണ് കൗണ്ടർ പർച്ചേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ കൗണ്ടർ പർച്ചേസിൽ ആക്ച്വലി നമുക്ക് 3 കോൺട്രാക്ട്സ് ഉണ്ട്. പർച്ചേസ് കോൺട്രാക്ട്, സെയിൽസ് കോൺട്രാക്ട് ആൻഡ് പ്രോട്ടോകോൾ. മനസ്സിലാക്കുക, നമ്മുടെ കൗണ്ടർ പർച്ചേസിൽ നമുക്ക് 3 തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ ഉണ്ട്. പർച്ചേസ് കോൺട്രാക്ട്, സെയിൽസ് കോൺട്രാക്ട് ആൻഡ് പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കമ്പനീസും 2 സാധനങ്ങളല്ലേ, അല്ലെങ്കിൽ 2 കൺട്രീസും 2 സാധനങ്ങളല്ലേ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നത്. സോ അതിന്റെ ഒരു വാല്യൂ മാറ്റങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ ഫ്യൂച്ചറിലാണ് ആ ഒരു ഡേറ്റ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിലും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പം ഏത് റേറ്റിൽ നമ്മൾ ഫോളോ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് പ്രോട്ടോകോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒന്നും കൂടി മനസ്സിലാക്കുക, കൗണ്ടർ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെസ് ക്യാഷ് ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്നത്. ബാർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. കൗണ്ടർ പർച്ചേസ് സാധനങ്ങൾ തന്നെ എക്സ്ചേഞ്ച് ചെയ്യുന്നു, പക്ഷെ അതിന്റെ പോയിന്റ് ഓഫ് ടൈം ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് അതിൽ 3 കോൺട്രാക്ട്സ് ഉണ്ട്: പർച്ചേസ് കോൺട്രാക്ട്, സെയിൽസ് കോൺട്രാക്ട് ആൻഡ് പ്രോട്ടോകോൾ. ദെൻ നമുക്ക് വരാനുള്ളതാണ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നു. ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണെന്ന് കരുതുക. ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ചൈനയിലേക്കാണെന്ന് കരുതുക. അപ്പൊ ചൈനക്കാർ പറയാണ് നിങ്ങളുടെ എക്സ്പോർട്ടിന്റെ പ്രൊഡക്റ്റ് ഒക്കെ ഞങ്ങൾ സ്വീകരിക്കാം, പക്ഷേ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആ പ്രൊഡക്റ്റിന്റെ ഇൻപുട്ട് നിങ്ങൾ ഞങ്ങളുടെ കൺട്രിയിൽ നിന്നും വാങ്ങിക്കണം. അതാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടി ക്ലിയർ ആക്കി പറയാം. അതായത് ഇപ്പൊ ഞാൻ ചൈനയിലേക്ക് പേനയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് കരുതുകയാണെങ്കിൽ നമ്മുടെ ചൈനക്കാർ പറയും നിങ്ങൾ പേനയൊക്കെ എക്സ്പോർട്ട് ചെയ്തോളൂ, ഞങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്യാം, പക്ഷെ അതിനുള്ള ഇൻപുട്ട് മേ ബി റീഫില്ലർ ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കണം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. ബൈബാക്കും ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്, ഇൻപുട്ട് വാങ്ങിപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ അസെറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്വിപ്മെന്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഞാനിപ്പം ഒരു കൺട്രിയിലേക്ക് എൻ്റെ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഇൻപുട്ട് സപ്ലൈ ചെയ്യുന്നു. അതായത് ഇപ്പം ഇപ്പൊ എന്താ പറയാ, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണം. അപ്പൊ അതിന്റെ എക്യുപ്മെന്റ് നിങ്ങളുടെ കൺട്രിയിൽ ഇല്ലാന്ന് കരുതുക. ഞാൻ അതിന്റെ എക്യുപ്മെന്റ് നിങ്ങൾക്ക് തരുന്നു. അതിനുശേഷം നിങ്ങൾ അത് പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ആ ഒരു ഔട്ട്പുട്ട് എനിക്ക് തിരിച്ചു തരുന്നു. മനസ്സിലായോ? ഒന്നും കൂടി പറയാം. നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, എന്നിട്ട് അത് എനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിനുള്ള ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിന് പകരമായിട്ട് തരുന്നത് എന്തായിരിക്കും? ഈ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. ഈ ഔട്ട്പുട്ട് മൊത്തത്തിൽ തരണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഓൾമോസ്റ്റ് വലിയൊരു പാർട്ട് തന്നെ നിങ്ങൾ എനിക്ക് റീട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുന്ന എന്താണ്? ഇവര് ക്യാപിറ്റൽ അസറ്റ് കൊടുക്കുന്നു, അവര് ഔട്ട്പുട്ട്സ് ഇങ്ങോട്ട് തിരിച്ച് തരുന്നു. അതാണ് ബൈബാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സ്വിച്ചിങ്. സ്വിച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ട്രയാങ്കുലർ ട്രേഡ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്വിച്ചിങ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ട്രേഡ് ആണ്. ഇതിലേക്ക് വരുമ്പോൾ ഇപ്പം എക്സും വൈയും ആണ് 2 കൺട്രീസ് എന്ന് കരുതുക. 2 കൺട്രിയിലെ 2 കമ്പനികൾ. അപ്പം എക്സ് ഒരു പ്രൊഡക്റ്റ് വൈക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുത്തു. എക്സ് വൈയിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. എന്നിട്ട് വൈ പറയാണ്, ഓക്കെ നിങ്ങൾ ഞങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തല്ലോ, ഇനി ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കണമല്ലോ, ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെയാണ് പ്രൊഡക്ട്സ് ഉള്ളത് എന്ന് കരുതുക. സോ അപ്പൊ എക്സ് പറയാണ്, അയ്യോ ഈ പ്രൊഡക്ട്സ് ഒന്നും എനിക്ക് വേണ്ട, എന്റെ കയ്യിൽ ഓൾറെഡി ഇതിന്റെ ഒക്കെ മാനുഫാക്ചറിങ് ഔട്ട്ലെറ്റ്സ് ഉണ്ട് എന്ന് കരുതുക. എക്സ് വൈയിലേക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്തു ആൻഡ് കൗണ്ടർ ആയിട്ട് വൈ എക്സിന് ഒരു പ്രൊഡക്റ്റ് കൊടുക്കണം. പക്ഷേ വൈ കൊടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എല്ലാം എക്സിന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. സോ ഇവരുമായിട്ടൊരു കോൺട്രാക്റ്റിന് എക്സിന് താല്പര്യമില്ല.
സോ പക്ഷെ എന്താണ്, ഇതൊരു കൗണ്ടർ ട്രേഡ് ആണ് താനും. അങ്ങനെയാണെങ്കിൽ എക്സ് പറയോ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ നെയ്ബറിംഗ് കൺട്രി ആയിട്ടുള്ള സെഡിലേക്ക് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്തോളൂ, ഞാനും സെഡും തമ്മിൽ ഒരു കോൺട്രാക്ട് ക്ലോസ് ചെയ്യാനുണ്ട്, സോ സെഡിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് 3 കൺട്രീസ് അല്ലെങ്കിൽ 3 കമ്പനീസ് ഇൻവോൾവ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് കൗണ്ടർ ട്രേഡ് ആണ് സ്വിച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ബാർട്ടറിലേക്ക് വരുമ്പോൾ ഇവിടെ 2 പ്രൊഡക്ട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു 2 കൺട്രീസ്. കൗണ്ടർ പർച്ചേസിലേക്ക് വരുമ്പോൾ ഒരു കൺട്രി എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിലും വേറെ കൺട്രി അത് എക്സസൈസ് ചെയ്യുന്നത് ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിലായിരിക്കും. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തോളൂ ഞങ്ങളുടെ കൺട്രിയിലേക്ക്, പക്ഷേ നിങ്ങളുടെ ഇൻപുട്ട് ഞങ്ങളുടെ കൺട്രിയിൽ നിന്നും പർച്ചേസ് ചെയ്യുക. ബൈബാക്കും ഇതേ ഒരു സംഗതി തന്നെയാണ്, പക്ഷേ ഈ ഒരു കൺട്രി അവരുടെ ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ കൺട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ആൻഡ് ദെൻ ആ ഒരു ക്യാപിറ്റൽ അസറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഔട്ട്പുട്ട്സ് ആയിരിക്കും ഇവരുടെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞ് തിരിച്ച് കൊടുക്കുന്നത്. സ്വിച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ 3 കൺട്രീസ് ഇൻവോൾവ് ആയിരിക്കും. എക്സ് വൈ സെഡ്, എക്സും വൈയും തമ്മിലാണ് കോൺട്രാക്ട്. എക്സ് വൈന് പ്രൊഡക്റ്റ് കൊടുത്തു, വൈ തിരിച്ചു കൊടുക്കുമ്പോൾ എക്സിന് അത് വേണ്ട, അപ്പൊ എക്സ് പറയാണ് നിങ്ങൾ സെഡിന് കൊടുത്തോളൂ, സെഡിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിക്കോളാം. അതാണ് സ്വിച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. സോ എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഡയറക്റ്റ് എക്സ്പോർട്ട് ആവാം, ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആവാം, ഇൻട്രാ കോർപ്പറേറ്റ് എക്സ്പോർട്ട് ആവാം, എൻട്രി പോർട്ട് ആവാം, ആൻഡ് കൗണ്ടർ ട്രേഡ്. എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് കേട്ടോ, എക്സ്പോർട്ട് തന്നെയാണ് പറഞ്ഞത്. ഇത് 2 രീതിയിലും എക്സ്പോർട്ടും ഇമ്പോർട്ടും ആവാം. ഇൻട്രാ കോർപ്പറേറ്റ് നമ്മൾ പറഞ്ഞു, ഇൻട്രാ കോർപ്പറേറ്റ് എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് എന്താണ്, അവരുടെ തന്നെ ഒരു ഫോറിൻ സബ്സിഡിയറി അവർ ബിൽഡ് ചെയ്യുന്നു, അതിനുശേഷം ഈ ഫോറിൻ സബ്സിഡിയറിയിലേക്കായിരിക്കും ഇവർ എന്ത് കൊടുക്കുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അതിനുശേഷം ആ സബ്സിഡിയറി ആയിരിക്കും സെല്ലിംഗ് ഫംഗ്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാവുക. എൻട്രി പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് തന്നെ എന്തിനാണ്, പ്രീ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത മോഡ്സ് ഓഫ് എൻട്രി ആണ് ലൈസൻസിങ് എന്ന് പറയുന്നത്. ലൈസൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ലൈസൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആരാണ് ലൈസൻസർ, ആരാണ് ലൈസൻസി, പിന്നെ അതിന്റെ നോൺ എക്സ്ക്ലൂസിവിറ്റി, പിന്നെ അതുപോലെ തന്നെ റോയൽറ്റി. ഇത്രയും കാര്യങ്ങളാണ് ലൈസൻസിങ്ങുമായിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ലൈസൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ IPR കൊടുക്കുന്നത്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അല്ലെ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, ഒരു പ്രൊഡക്റ്റിന്റെ പേറ്റന്റ് ആവാം, കോപ്പിറൈറ്റ് ആവാം, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ആവാം, ഓക്കെ എന്തുമാവാം, ലൈക്ക് IPR റിലേറ്റഡ് ആയിട്ടുള്ള എന്തുമാവാം. സോ ഒരു ലൈസൻസർ IPR കൊടുക്കുന്ന ആ ഒരു വ്യക്തിനെയാണ് നമ്മൾ ലൈസൻസർ എന്ന് പറയുന്നത്, അതായത് ഉടമേനെയാണ് നമ്മൾ ലൈസൻസർ എന്ന് പറയുന്നത്. ലൈസൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്ന ആളാണ്, അതായത് ഫീസ് കൊടുക്കുന്ന ആളാണ്, ഓറൽസ് റോയൽറ്റി എന്നാണ് നമ്മൾ ആ ഫീസിന് പറയാ. റോയൽറ്റി കൊടുക്കുന്ന ആളെയാണ് നമ്മൾ ലൈസൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു കണ്ടിന്യൂസ് എഗ്രിമെന്റ് ആയിരിക്കും, ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്നതല്ല, കുറച്ചു കാലം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഈ ഒരു ലൈസൻസിങ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓർത്ത് വെക്കാനുള്ളത്, അത് നോൺ എക്സ്ക്ലൂസീവ് ആണ്. അതായത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട് എന്ന് കരുതുക, ഞാനിപ്പോ ലൈസൻസ് എടുത്ത ഒരു പ്രൊഡക്റ്റ് ഞാൻ വിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് വേറെ ബ്രാൻഡിന്റെ പ്രൊഡക്ട്സും കൂടെ അതിന്റെ കൂടെ തന്നെ വിൽക്കാം. മനസ്സിലാക്കുക, അതുകൊണ്ടാണ് നോൺ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് മാത്രം വിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതിന്റെ കൂടെ എനിക്ക് വേറെ പ്രൊഡക്ട്സും വിൽക്കാം. ഈ നോൺ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കുക. ലൈസൻസിങ് is a non exclusive agreement for non exclusive mode of entry. അടുത്തതാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഫ്രാഞ്ചൈസിങ്ങിനെ നമ്മൾ മാസ്റ്റർ ലൈസൻസിങ് എന്നുകൂടി ഉദ്ദേശിക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഫോറിനിലെ ബ്രാൻഡിനെ ലോക്കലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ആൾക്കാരുമായിട്ട് സ്യൂട്ട് ചെയ്തു, പക്ഷേ അവിടെ ഒരു റൂൾസും ഇവിടെ ഡിനൈ ചെയ്യാൻ വേണ്ടി പാടില്ല. അവിടുത്തെ സെയിൽസ്മാൻ ഇടേണ്ട ഡ്രസ്, യൂണിഫോം, അതിന്റെ സ്റ്റൈല് പോലും ആരായിരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക, ഫ്രാഞ്ചൈസിങ് കമ്പനി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ മിക്കവാറും ഈ ഒരു ഇപ്പൊ ഞാനിപ്പോ ഒരു ഫ്രാഞ്ചൈസി ഇട്ടു എന്ന് കരുതാം, KFCന്റെ ഒരു ഫ്രാഞ്ചൈസ് ആണ് ഞാൻ ഇട്ടതെങ്കിൽ എന്റെ സെയിൽസിന്റെ ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് ഞാൻ ആർക്ക് കൊടുക്കേണ്ടി വരും, ഈ ഫ്രാഞ്ചൈസി കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഫിക്സഡ് ഫീ ആയിരിക്കും, എന്നാലും സ്റ്റിൽ മോസ്റ്റ്ലി എന്താണ്, ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് അവർക്ക് കൊടുക്കേണ്ടി വരിക. പിന്നെ ഇത് എക്സ്ക്ലൂസീവ് ആണ്, അതായത് ഞാനിപ്പോ ഒരു ഫ്രാഞ്ചൈസിങ് ചെയ്യുന്ന ഒരു ഷോപ്പ് ആണെങ്കിൽ വേറൊരു പ്രൊഡക്ട്സും അവിടെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതാണ് എക്സ്ക്ലൂസീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ.
അടുത്തതാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ്. കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഇല്ലേ, അതാണ് സ്പെസിഫിക്കലി നമ്മൾ ഈ കോൺട്രാക്ട് മാനുഫാക്ചറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷനിൽ ഇവർ സ്പെഷ്യലൈസ് ചെയ്യും. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ ഇവർ സ്പെഷ്യലൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ അവർ ശരിക്കും അതിൽ കോമ്പീറ്റന്റ് ആവുകയാണ് ചെയ്യുക. സോ എന്താക്കും, വേറെ കൺട്രീസ് ഒക്കെ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഏൽപ്പിക്കും. അതാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതാണ് മാനേജ്മെന്റ് കോൺട്രാക്ട്. മാനേജ്മെന്റ് കോൺട്രാക്റ്റിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ പലതിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ട്രേഡ് റിലേറ്റഡ് എൻട്രി മോഡ് ഏതാണെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തരുമ്പോൾ അതിൽ മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ഈ കൺസൾട്ടൻസീസ് ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ ആക്ട് ചെയ്യുന്നവരാണ് ഈ മാനേജ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത് ചൂസ് ചെയ്യുക ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനാണ് ഈ ഒരു ഇന്റർനാഷണൽ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്ന ആള്. പക്ഷെ എനിക്ക് ഈ ഇതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒന്നും അറിയില്ല. ഓക്കെ, എങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ ട്രേഡിലേക്ക് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഒരു ഇന്റർനാഷണൽ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുകയും വേണം. ആ ഒരു കേസിൽ ഞാൻ ഈ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ കൺസൾട്ടൻസികളെ ഞാൻ മാനേജറിയൽ അസിസ്റ്റൻസിനോ ടെക്നിക്കൽ എക്സ്പെർട്ടേഴ്സിനോ വേണ്ടിയിട്ടോ അപ്രോച്ച് ചെയ്യും. അതിനുശേഷം അവരെന്നെ ഈ ഒരു ഇന്റർനാഷണൽ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് മാനേജ്മെന്റ് കോൺട്രാക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ടേൺ കീ പ്രൊജക്ട്. ടേൺ കീ പ്രൊജക്ട് എന്ന് പറയുന്നത് ബോട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ, അത് തന്നെയാണ് ഈ ടേൺ കീ പ്രൊജക്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഗവൺമെന്റിന് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഉണ്ടെന്ന് കരുതുക. ശരി, നമുക്ക് കൊച്ചി മെട്രോന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ആണെന്ന് കരുതാം. കേസിൽ ഗവൺമെന്റ് ടെൻഡർ വിളിക്കും. എന്തിനാ ടെൻഡർ വിളിക്കുന്നത്? ഏറ്റവും ചെറിയ കോസ്റ്റില് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ടെൻഡർ വിളിക്കും. ആ സമയത്ത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റില് ക്വാളിറ്റി ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഓഫർ ചെയ്യുന്നവർക്ക് ഈ ഒരു ടെൻഡർ കൊടുക്കും. അങ്ങനെ നടക്കുന്നതാണ് ടേൺ കീ പ്രൊജക്ട് എന്ന് പറയുന്നത്. അവർ ആ പ്രോസസ്സ് കഴിയുന്നത് വരെ അവിടെ ഫംഗ്ഷൻ ചെയ്യുകയും ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യും. അതാണ് ടേൺ കീ പ്രൊജക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് FDI. FDI നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ഒരു കൺട്രിയിലെ കമ്പനിയിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് അസറ്റിൽ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ FDI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. FDI രണ്ട് തരത്തിലാവാം. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റും ആവാം, ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റും ആവാം. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഫ്രം സ്ക്രാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഗ്രീൻഫീൽഡ്. അതായത് ഫസ്റ്റ് മുതൽ ഒന്നിൽ നിന്ന് തുടങ്ങുന്നതാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. FDIയുടെ ഒരു പേരാണ് FDI വിത്തൗട്ട് അലയൻസ്. അതായത് FDIനെ നമ്മൾ ഗ്രീൻഫീൽഡ് FDIനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് FDI വിത്തൗട്ട് അലയൻസ് എന്ന് പറയുന്നത്. FDI വിത്തൗട്ട് അലയൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പറയുന്ന ഒരു പേരാണ് FDI വിത്ത് അലയൻസ് എന്ന് പറയുന്നത്. അതായത് ഗ്രീൻഫീൽഡിൽ എന്താണ്, നമ്മൾ വേറൊരു എൻറ്റിറ്റീസിനെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ബ്രൗൺ ഫീൽഡിൽ എന്താണ്, നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേം ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ടേക്ക് ഓവർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവുക. സോ what is actually meant by brownfield investment? brownfield investment എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ ഒരു ഐഡിയൽ കമ്പനിയെ നമ്മൾ ഏറ്റെടുക്കുന്നു, അതിനുശേഷം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നു. അതാണ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റെടുക്കുന്നത് തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫോറക്സ് ട്രേഡ് എന്ന് പറയുന്നത്. ഫോറക്സ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഫോറിൻ കറൻസി ബൈയും സെല്ലും ചെയ്യുന്ന വഴി ഇന്റർനാഷണൽ ട്രേഡിൽ എൻ്റർ ചെയ്യുന്നവരാണ് ഫോറക്സ് ട്രേഡ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ നമ്മൾ ഒരു കൺട്രീസിലെ രണ്ട് ബിസിനസ് ഫേംസ് ഒരുമിച്ച് വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഒരു പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ലീവ് ചെയ്ത് പോകുന്നു. അതാണ് സ്ട്രാറ്റജിക് അലയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. FPI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതാണ് FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഹോട്ട് മണി എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഫിസിക്കൽ അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്
കൂടുതൽ ലിക്വിഡ് ആയിരിക്കും, കൂടുതൽ വോളറ്റൈൽ ആയിരിക്കും. ഓക്കെ, സോ അതാണ് FPI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനലി ഇന്റർനാഷണൽ ലീസിംഗ്. ഇന്റർനാഷണൽ ലീസിംഗ് ഒന്നുമില്ല, നമ്മുടെ സാധാ ലീസിംഗ് ഒരു ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അതായത് ലീസ് കൊടുക്കുന്നതും ലീസ് എടുക്കുന്നതും രണ്ട് കൺട്രിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഇന്റർനാഷണൽ ലീസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ മോഡ്സ് ഓഫ് എൻട്രിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ട് കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്റ്റിൽ ഞാനിതൊന്ന് എല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു തരാം. എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് ആണ് നമ്മുടെ ആദ്യത്തെ മോഡ്സ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ വേറൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്തോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്തോ നമുക്ക് ഒരു ഇന്റർനാഷണൽ ട്രേഡിലേക്ക് എൻട്രി ചെയ്യാം. അത് പല രീതിയിലാവാം. ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം, ഇൻട്രാ കോർപ്പറേറ്റ് ആവാം, എൻട്രി പോർട്ട് ആവാം, കൗണ്ടർ ട്രേഡ് ആവാം. ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു കൺട്രിയിലെ കമ്പനിയുടെ അതേ സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വേറൊരു കൺട്രിയിലെ കമ്പനിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു ഏജന്റിനെയോ ഇന്റർമീഡിയറി വഴിയോ ആയിരിക്കും നമ്മുടെ കമ്പനിയും വാങ്ങിക്കാൻ പോകുന്ന കമ്പനിയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവാം. ഇൻട്രാ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഒരു ഫോറിൻ സബ്സിഡിയറി നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട രാജ്യത്ത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അവർക്കായിരിക്കും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക ആൻഡ് ദെൻ അവിടുന്ന് സെല് ചെയ്യാന്നുള്ള ഉത്തരവാദിത്വം ആ ഒരു പെർട്ടിക്കുലർ സബ്സിഡിയറിക്ക് ആയിരിക്കും. എൻട്രി പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കുമതി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഉദ്ദേശം എന്തായിരിക്കും, വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അത് റീ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ ചെയ്യുന്നതാണ് എൻട്രി പോർട്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് കൗണ്ടർ ട്രേഡ്. കൗണ്ടർ ട്രേഡ് പല രീതിയിലാവാം. ബാർട്ടർ ആവാം, കൗണ്ടർ പർച്ചേസ് ആവാം, ഓഫ്സെറ്റ് ആവാം, ബൈബാക്ക് ആവാം, സ്വിച്ചിങ് ആവാം. ബാർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കമ്മോഡിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ. ആൻഡ് കൗണ്ടർ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും, ബൈ ചെയ്യുന്നത് വേറെ പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ വെക്കും, നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തോളൂ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തോളൂ, പക്ഷേ ഞങ്ങളുടെ ഒരു ഇൻപുട്ട് നിങ്ങളുടെ കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ബൈബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഔട്ട്പുട്ട് സ്വീകരിക്കുന്ന കൺട്രിയോട് ഒരു കണ്ടീഷൻ വെക്കുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ അസറ്റ് പ്രൊവൈഡ് ചെയ്യാം ഇത് മാനുഫാക്ചർ ചെയ്യാനുള്ളത്, അത് വെച്ച് മാനുഫാക്ചർ ചെയ്തിട്ട് അതിന്റെ കൺസിഡറേഷൻ ആയിട്ട് കിട്ടേണ്ടത് ഈ ഔട്ട്പുട്ട് ആണെന്ന് പറയുന്നു. അതാണ് ബൈബാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് വെൽ ക്ലിയർ. ബൈബാക്കും അതുപോലെ തന്നെ ഓഫ്സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. സ്വിച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 കൺട്രീസ് ഇൻവോൾവ് ആവും. ആ ഒരു പെർട്ടിക്കുലർ കൺട്രി രണ്ടുപേരും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാവും. എക്സ് വൈ, ഞാൻ പറഞ്ഞല്ലോ എക്സ് വൈ ആൻഡ് സെഡും കൂടി ഇൻവോൾവ് ആവുന്നതാണ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ലൈസൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് അഗ്രിമെന്റ് ആണ്. അവിടെ ലൈസൻസർ ഉണ്ടാവും, ലൈസൻസിങ് ഉണ്ടാവും. ലൈസൻസർക്ക് ഒരു റോയൽറ്റി കൊടുക്കുന്നു. ആൻഡ് എന്തിനാണ് കൊടുക്കുന്നത്? ലൈസൻസിക്ക് ഒരു IPR കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ്. ആൻഡ് ലൈസൻസിങ് എന്ന് പറയുന്നത് ഒരു നോൺ എക്സ്ക്ലൂസീവ് എഗ്രിമെന്റ് ആണ്. ആൻഡ് ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് എഗ്രിമെന്റ് ആണ്. വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള റൂൾസ് ഉള്ള ഒരു മോഡ് ഓഫ് എൻട്രി ആണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഇതിൽ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന കമ്പനിക്ക് ഇവർ കൊടുക്കേണ്ടത് അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഒക്കെ പോലെയാണ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷനിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ബാക്കി ആരെക്കാളും നമുക്ക് കുറഞ്ഞ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സോ അതുവഴി എല്ലാവരും നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു ട്രേഡ് റിലേറ്റഡ് എൻട്രി മോഡാണ്. നമുക്ക് ഇന്റർനാഷണൽ ട്രേഡിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലെങ്കിൽ നമ്മളൊരു ഔട്ട്സൈഡ് കൺസൾട്ടൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും അവർ നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. ടേൺ കീ പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു ബോട്ടാണ്, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ആണ്. ഇവിടെ ടെൻഡർ വിളിച്ച് ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് ആ ഒരു ടെൻഡർ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ദിസ് ഓൾസോ രണ്ട് കൺട്രീസ് ഇൻവോൾവ് ആവുമ്പോഴാണ് അതൊരു ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിലേക്ക് വരുന്നത്. FDI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡാണ്. അത് രണ്ട് തരത്തിലാവാം, ബ്രൗൺ ഫീൽഡ് ആവാം, ഗ്രീൻ ഫീൽഡ് ആവാം. ഗ്രീൻ ഫീൽഡിന് നമ്മൾ ലൈക്ക് ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ FDI വിത്തൗട്ട് അലയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആൻഡ് ബ്രൗൺ ഫീൽഡ് എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഏറ്റെടുക്കുന്നതാവാം. അതിന് നമ്മുടെ FDI വിത്ത് അലയൻസ് എന്ന് പറയും. ഫോറക്സ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ബൗട്ട് ആൻഡ് സോൾഡ് ആണ്. ആൻഡ് ദെൻ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കൺട്രീസിലെ കമ്പനീസ് ഒരുമിച്ച് വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പെർട്ടിക്കുലർ പേർപ്പസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവർ ലീവ് ചെയ്ത് പോകും.
FDI എന്ന് പറയുമ്പോൾ ഒരു ഫോം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. പക്ഷെ ഫിസിക്കൽ അസറ്റിലല്ല, ഫിനാൻഷ്യൽ അസറ്റിലായിരിക്കും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അതിന് നമ്മൾ ഹോട്ട് മണി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ആൻഡ് ഇത് മോർ ലിക്വിഡ് ആൻഡ് മോർ വൊളറ്റൈൽ ആയിരിക്കും. ദെൻ ഇന്റർനാഷണൽ ലീസിംഗ് നമ്മുടെ സാധാ ലീസ് കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ലൈസൻസ് ലെസറും ലെസ്സിയും എന്ന് പറയുന്നത് 2 കൺട്രീസിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം കേട്ടോ. സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.